ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ രോഗത്തിലാണ്, ചിലർ സാമ്പത്തികമാണ്, ചിലർക്ക് മാനസികമാണ്, ചിലർക്ക് ശാരീരികമാണ്. വ്യത്യസ്തങ്ങളായ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരാളും ഭൂമിയിലില്ല. ഏതെങ്കിലും കാരണത്താൽ സങ്കടവും പ്രയാസവും അനുഭവിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ചില പീഡനങ്ങളും, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ ഉഴറുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. അത് മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും വിവിധങ്ങളായ പരീക്ഷണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അങ്ങനെ ഒരു തരത്തിലെ മറ്റൊരു തരത്തിൽ പരീക്ഷിക്കുന്നത് വെറുതെ അല്ല, അതിന് പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? ഹത്താ യൽക്കല്ലാഹു തആല മാ അലൈഹി ഖത്തിയ, ചെയ്തു പോയ പാപങ്ങളെല്ലാം ഈ പരീക്ഷണത്തിലൂടെ കൊഴിഞ്ഞു പോവുകയും അങ്ങനെ നാം അള്ളാഹുവിന് ഒരു പാപവുമില്ലാതെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാനും കഴിയും. അപ്പോൾ ഒരു പരീക്ഷണം നേരിടുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അയാൾ 24 മണിക്കൂറും എന്ത് പരീക്ഷണം വന്നാലും അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ നിർവഹിക്കാനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹത്തെ ചില ആളുകൾ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ആ പണ്ഡിതനോട് പറഞ്ഞു, നാട്ടിൽ വരൾച്ച ബാധിച്ചിട്ടുണ്ട്, പട്ടിണി മരണങ്ങൾ ധാരാളമാണ്, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാ എന്ന പദവും പട്ടിണി മരണങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും അത് തന്നെയാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും അതാണ്. മനുഷ്യൻ പല തരത്തിൽ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടും. ഒരു രോഗിയായ ആള്, ഒരു പ്രയാസപ്പെടുന്ന ആള് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹു ആ പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമെന്നാണ്. അള്ളാന്റെ പ്രഗത്ഭ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസ്രിയോട് മറ്റൊരാൾ വന്ന് ചോദിച്ചു, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു, മക്കളില്ല, എന്താണ് പരിഹാരം? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താ പരിഹാരം? അപ്പോഴും ഹസനുൽ ബസ്രി റഹ്മുല്ല പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കൽ നടത്തണം. മക്കളില്ലാത്തവരും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ. അപ്പോ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമാണ്, എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായി രക്ഷപ്പെടാൻ കഴിയുന്നില്ല, ദാരിദ്ര്യം തന്നെ കീഴടക്കുകയാണ്, എന്തു ചെയ്യണം? പരിഹാരം? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ രോഗിയായാലും പരീക്ഷിക്കപ്പെട്ടവനായാലും അയാളുടെ നാവിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ പുറത്തുകൊണ്ട എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോ ചില സുഹൃത്തുക്കൾ ഹസനുൽ ബസ്രി റഹ്മുള്ളയോട് ചോദിച്ചു, അത്താക്ക റിജാലുൻ, കുറെ മനുഷ്യന്മാർ നിങ്ങളുടെ അടുത്ത് വന്നു പരാതിയുമായി, യഷ്കൂന ബി അൻവാഇ മിനൽ ഹാജാത്ത്, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാരങ്ങളുമായിട്ടാണ് താങ്കൾ അടുത്ത് വന്നത്. ഫ അമറഹും കുല്ലഹും, നിങ്ങൾ എല്ലാവരോടും കൽപ്പിച്ചത് ബിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നടത്തണമെന്നാണ്. അതിന്റെ താല്പര്യം മനസ്സിലായില്ല ആളുകൾക്ക്. എല്ലാവരോടും ഒറ്റമൂലിയ പറയുന്നത്, ഇസ്തിഗ്ഫാർ നടത്തണം, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ പറയാൻ കാരണം തിന്മകളുടെ കൂമ്പാരങ്ങളിൽ ജീവിച്ച നൂഹ് നബിയുടെ ജനത ഒരുപാട് തിന്മകൾ ചെയ്തു. ആ തിന്മകൾ ചെയ്ത് 950 കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാവും പകലും ഇടതടവില്ലാതെ അള്ളാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചു. ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന നിരവധി ശിർക്കും കുഫറുമായ പ്രവർത്തനങ്ങളും ഒരുപാട് തിന്മകളും അധർമ്മങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ ചെയ്ത നിങ്ങൾ, അവരോട് നൂഹ് നബി പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. എന്താ കാരണം?
ഇന്നഹു കാന ഗഫാറ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം അതിന്റെ അനുഗ്രഹങ്ങൾ പറയാം. ഇവിടെയാണ് ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ നിന്ന് ഈ ഫത്വ കണ്ടെത്തുന്നത്. എല്ലാവർക്കും കൊടുത്ത ഫത്വ എന്താ? ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പൊ എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ അള്ളാഹിനോട് മാത്രം ദ്വാരക്കണം. സൂറത്ത് നൂഹ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, പട്ടിണിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഇഷ്ടം പോലെ മഴ വർഷിപ്പിക്കും. യുർസിലി സമാ അലൈക്കും മിദ്റാറ വ യുംദിദുക്കും ബി അംവാൽ, സമ്പത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ? സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളോടും നൂഹ് നബി പറഞ്ഞെന്താ? നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കണം തരണം. അതാണ് പറഞ്ഞത് യുംദിദുക്കും ബി അംവാൽ. ഇനി മക്കളില്ലാത്തവരോ വ ബനീൻ, യുംദിദുക്കും ബി അംവാലി വ ബനീൻ, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും. ഉണ്ടോ? മക്കളില്ലാത്തവരും അസ്തഗ്ഫിറുല്ലാഹ് എന്നാ പറയണ്ടത്. മക്കളില്ലാത്ത പ്രശ്നവും അസ്തഗ്ഫിറുല്ലാഹയും തമ്മിൽ എന്താ ബന്ധം? അത് അവനും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണത്. അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ യുംദിദുക്കും ബി അംവാലിൻ വ ബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് കായ്കനികൾ നിറഞ്ഞ സ്വർഗത്തോപ്പ് പോലെയുള്ള ആരാമങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ? റബ്ബുമായി ആ വ്യക്തിയെ നിരന്തരമായ ബന്ധാണ്. അതാണ് അയാളുടെ നാവിൽ അസ്തഗ്ഫിറുല്ലാഹ്. അയാൾ തെറ്റും ചെയ്തിട്ടല്ല, അസ്തഗ്ഫിറുല്ലാഹ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതെന്തിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? നൂഹ് നബി മക്കളില്ലാത്തവരത് പറയട്ടെ, പിന്നെ വരൾച്ച ബാധിച്ച അനുഭവിച്ച് പട്ടിണിയും പരിവട്ടവുമായി കൃഷിനാശം സംഭവിച്ച ആളുകൾ പറയട്ടെ, മഴ കൂടുതൽ പെയ്തിട്ട് കൃഷി നശിച്ചവർ പറയട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ ഈ സമയത്ത് ഇപ്പോൾ ഉണ്ടാവും അല്ലേ? മഴക്കാലത്തിന്റെ കെടുതികൾ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ടാവും. അത്തരം കെടുതികൾ അനുഭവിക്കുന്നവരും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയട്ടെ. വയുംദിദുക്കും ബി അംവാലിൻ വ ബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അതിന് പുറമെ അല്ലാഹു നിങ്ങൾക്ക് വെള്ളം കിട്ടാത്ത ആളുകൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അല്ലാഹു അവന്റെ നദികൾ നിങ്ങൾക്ക് ഒരുക്കിത്തരും. എന്നിട്ടോ ഇതൊക്കെ തന്റെ അള്ളാന്റെ റസൂൽ ചോദിക്കുക നൂഹ് നബി, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നൽകുന്ന റബ്ബിന്റെ പ്രീതി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? നിങ്ങൾ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും വദ്ദിന്റെയും സുവായിന്റെയും യഹൂസിന്റെയും യഹൂക്കിന്റെയും തുടങ്ങുന്ന ഒരുപാട് ഔലിയാക്കന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഓടി നടക്കുന്നത്. അവരെന്താ നിങ്ങൾ ചെയ്തത്? എല്ലാം ചെയ്തു തരുന്ന റബ്ബിനെ വിട്ടിട്ടാണല്ലോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നിങ്ങൾക്ക് പറ്റി? മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തെർജൂന ലില്ലാഹി വക്കാറ, അള്ളാന്റെ പ്രീതി നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? നൂഹ് നബിയുടെ ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്തിഗ്ഫാർ നടത്തണം. നമുക്ക് നോക്കാം, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജനത ആദ് അറിയാലോ. ആദ് സമൂഹത്തെ പറ്റി മുസ്ലിങ്ങളായ നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ ഓതുന്നെന്താ? ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ആരോഗ്യം കൊണ്ട് അവരെപ്പോലെ അള്ളാഹു ഭൂമിയിൽ ഒരു ജനതയും സൃഷ്ടിച്ചില്ല. ഒരുപാട് ആരോഗ്യമുള്ള ജനത അല്ലേ? ആ ജനതയോട് ഹൂദ് നബി പറയുകയാണ്, അവരുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ അവർ പർവ്വതങ്ങൾ തുറന്ന് വീടുകൾ ഉണ്ടാക്കുക, ദുർവ്യയം ചെയ്യായിരുന്നു. നമ്മളെ സ്വഭാവം തന്നെ. നമ്മൾ പർവ്വതങ്ങൾ തുറന്ന് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കോറി നടത്തി ഒരുപാട് അനർത്ഥങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അപ്പൊ അദ്ദേഹം പറയാം, യാ ഖൗം ഇസ്തഗ്ഫിറു റബ്ബക്കും, ഹൂദ് നബി ആദ്യ സമുദായത്തോട് പറയാം, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ തൗബ ചെയ്യണം. അപ്പോഴും പറഞ്ഞു അദ്ദേഹം, യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു മഴ ധാരധാരയായി വർഷിപ്പിച്ച് നിങ്ങളുടെ കൃഷി ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിച്ചു തരും. യസീദുക്കും കുവ്വത്തൻ ഇലാ കുവ്വത്തിക്കും, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആരോഗ്യത്തെക്കാൾ ആരോഗ്യം അല്ലാഹു നൽകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആരോഗ്യം ക്ഷയിച്ച ആളുകളും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അങ്ങനെ ആരോഗ്യം ക്ഷയിച്ച ആളുകൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം എന്നാ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ മുകളിൽ ആരോഗ്യം അല്ലാഹു നൽകും. ഇതൊക്കെ സൈക്കോളജിക്കലാ, ഇസ്ലാമികമായ ചില തീരുമാനങ്ങളാണ്. അപ്പോൾ
ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളും ആരോഗ്യം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും പറയേണ്ട കാര്യം അസ്തഗ്ഫിറുള്ള. അതാ പറഞ്ഞത് ഓ യസീദക്കും കുവ്വത്തനില കുവ്വത്തിക്കും. എന്നിട്ടോ വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിന്മ ചെയ്യുന്നവളായിക്കൊണ്ട് അസ്തഗ്ഫിറുള്ള പറയാതെ നിങ്ങൾ മുജ്രിമുകളായി കുറ്റവാളികളായി പിന്തിരിയരുത്. നൂഹ് നബി ഹൂദ് നബി തന്റെ സമുദായമായ ആദ് സമൂഹത്തോട് പ്രബോധനം ചെയ്ത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്കും അസ്തഗ്ഫിറുള്ള എന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ, നിരന്തരമായി അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജൻ വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ. റസൂലുള്ളാഹി പറയാണ്, നിരന്തരമായി അസ്തഗ്ഫിറുള്ള എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മുഅ്മിനും ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, എന്തൊരു പ്രയാസത്തിലും അയാൾ ചെന്നുപെട്ടാലും എക്സിറ്റ് അല്ലാഹ് കൊടുക്കും, മഖ്റജ് അത് അല്ലാഹ് കൊടുക്കും, രക്ഷപ്പെടാനുള്ള ഒരു വഴി അല്ലാഹ് ഉണ്ടാക്കി കൊടുക്കും. പല പ്രശ്നങ്ങളിലും പോയി പെടും, പക്ഷെ നിരന്തരമായി അസ്തഗ്ഫിറുള്ള പറയുന്ന ആൾക്ക് അയാൾ ഏത് പ്രശ്നത്തിൽപ്പെട്ടാലും എക്സിറ്റ് അല്ലാഹ് കൊടുക്കും. അതാണ് യജ്അൽ ലഹു മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്കോ ഒരു തുറവി നൽകും. മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകൾ അസ്തഗ്ഫിറുള്ള എന്ന് പറഞ്ഞാൽ റബ്ബ് തുറവി നൽകും. ആ കൽബ് കുടുങ്ങിക്കിടക്കുന്ന കൽബിലുള്ള ടെൻഷൻ അല്ലാഹു ഒഴിവാക്കി കൊടുക്കും കേട്ടോ. നമ്മളടുത്ത് വിട്ടുപോയത് ദിക്റാണ് അസ്തഗ്ഫിറുള്ള കേട്ടോ. നമ്മളാരും അങ്ങനെ നിരന്തരമായി അസ്തഗ്ഫിറുള്ള, നിങ്ങൾ ചിലപ്പം ഗൾഫ് രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ അറബികളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം അവരെപ്പോഴും അസ്തഗ്ഫിറുള്ള എന്ന് പറയും അല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അവര് നമ്മളെ പരിഹസിക്കാന്ന് അല്ലേ, അല്ലെങ്കിൽ തഖ്വ ഉണ്ടായിട്ടൊന്നല്ല വെറുതെ പറയാന്ന്, അങ്ങനൊന്നല്ല. അവർക്ക് അതേക്കുറിച്ചുള്ള അറിവുണ്ട്. എത്ര തിന്മ വന്നു പോയാലും അസ്തഗ്ഫിറുള്ള എന്ന പ്രയോഗം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അസ്തഗ്ഫിറുള്ള പറയുന്ന ആൾക്ക് പട്ടിണിയും പരിവട്ടവും അടുത്തെത്തും, പക്ഷെ അവൻ അറിയാതെ ആ പട്ടിണിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അവനും കൂടി അറിയില്ല എങ്ങനെ രക്ഷപ്പെട്ടു. നമ്മൾ പലപ്പോഴും പറയാറില്ല അങ്ങനെ, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എനിക്കറിയില്ല, ഞാൻ അത്ര വലിയ അപകടത്തിലായിരുന്നു. അപ്പൊ എപ്പോഴും ഉരുവിടേണ്ട, ഏത് അപകടത്തിൽപ്പെട്ടാൽ എന്ത് പ്രയാസമായാലും അസ്തഗ്ഫിറുള്ള നിങ്ങൾ നാവുകൊണ്ട് ഉരുവിട്ട് നോക്കി, അള്ളാഹുവെ പുറത്തുകൊണ്ടാണ്. അപ്പൊ എല്ലാ പരീക്ഷണങ്ങളുടെയും പ്രധാന കാരണം പാപങ്ങളാണ്. അതോ ആ പാപങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞും അറിയാതെയും നിരന്തരമായി നമ്മളുടെ കണ്ണും കാതും കരളും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും, ആരോഗ്യമുള്ള ഓരോ അവയവങ്ങളും തെറ്റുന്നുണ്ട് ഇല്ലേ. നമുക്ക് എപ്പോഴാ അവയവങ്ങൾ കൊണ്ട് തെറ്റൊഴിവാകുന്നത്, ആ അവയവത്തിന് ആരോഗ്യം കുറയുമ്പോൾ അല്ലേ. കണ്ണുകൊണ്ട് നല്ല കാഴ്ചശക്തിയുള്ള ആളുകൾ അള്ളാഹ് തൃപ്തിപ്പെട്ടാ കാണുക അല്ല, അള്ളാഹു തൃപ്തിപ്പെടാത്ത കാണുക. പിന്നെ ഓന്റെ കണ്ണെപ്പോഴാ അള്ളാഹിന്റെ തൃപ്തിയിലേക്ക് പോവുക, ഓന്റെ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ ഇല്ലാണ്ടാവും അല്ലേ. ചെവി കേൾക്കുന്ന കാലത്ത് മുഴുവനും വളരെ ഗീബത്തുകളും പരദൂഷണങ്ങളും പറഞ്ഞ് ആളുകളെ കുറ്റപ്പെടുത്തി, ആളുകളെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി, അതുപോലെ തന്നെ ഒരുപാട് തമ്മാടിത്തങ്ങൾ കേട്ടും രസിച്ചും ഉല്ലസിച്ചും കഴിയുന്ന ആളാ അല്ലെ. ചെവിന്റെ കാഴ്ച ശക്തി കൊണ്ട് പോയാലോ, കേൾവി ശക്തി പോയാലോ, ചെവിന്റെ ഡയഫ്രം വർക്ക് ചെയ്യുന്നില്ല, എന്തുണ്ടാവും? വല്ലാത്ത അവസ്ഥ അല്ലേ. സംസാരിക്കാനുള്ള കഴിവ് അതില്ലാണ്ടായാലോ, ആലോചിച്ച് നോക്കുമ്പോൾ. അതുള്ളപ്പോഴോ ആ നാവ് കൊണ്ട് റബ്ബിന് തൃപ്തിപ്പെട്ട അല്ല ഉപയോഗിച്ചത്. അപ്പൊ അല്ലാഹ് തൃപ്തിപ്പെട്ടൊരു ലഫ്ളാണ് അസ്തഗ്ഫിറുള്ള കേട്ടോ. എത്രയോ പ്രയാസങ്ങൾ അബദ്ധങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ആ അബദ്ധങ്ങൾക്ക് ഒറ്റ മൂല്യമാണ് അസ്തഗ്ഫിറുള്ള. ഒരു വല്ലാത്ത പ്രയോഗം കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദൻബൻ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റുവന്നു പോയാൽ കാനത്ത് നുക്തത്തൻ സൗദാ ഫീ ഖൽബി, ആ വിശ്വാസിയുടെ കൽബിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു കറുത്ത പുള്ളി കുത്തും. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ആ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ നിറഞ്ഞ അവസാനം ഹൃദയം മുഴുവനും കറുത്ത പുള്ളിയാവും. തെറ്റുകൾ നിരന്തരമായി ചെയ്യുന്ന ആളുടെ അയാൾ അറിയുന്നില്ല തന്റെ കൽബ് ഇങ്ങനെ കറുത്തെടുക്കുന്നത് അല്ലേ. അപ്പോഴോ റസൂലുള്ളാഹി പറയാ ഫൈൻ താബ വ നസ
അയാൾ തൗബ ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ, വസ്തഗ്ഫറ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ, സക്കല മിൻഹ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വെട്ടിത്തിളങ്ങും അവന്റെ കൽബ്. ആ കറുപ്പൊക്കാണ്ട് പോകും. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ കൽബിന്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന കറുത്ത പുള്ളികളില്ലേ, അത് മുഴുവൻ ഒഴിവായി പോകും. ചെറിയ കാര്യമല്ല. അപ്പോ ഒരു വെള്ളിയാഴ്ച ഒരു ഖുത്ബാണ്ട് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ നിലനിർത്താൻ കഴിയുമോ നോക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും അല്ലേ. ചിലവരിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നൊടീനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഭ്രാന്താണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ തെക്കുവ അഭിനയിക്കുകയാണ് അല്ലേ. അതല്ല, അത് ഉള്ളിൽ തട്ടി പറയണം. നമ്മൾ ആരെയും കേൾപ്പിക്കാൻ അസ്തഗ്ഫിറുല്ലാഹ് പറയല്ല, ആരെയും അറിയിക്കാനുമല്ല. പിന്നെയോ നമ്മളുടെ മാനസിക സംഘർഷാവസ്ഥ, നമ്മളുടെ ആരോഗ്യാവസ്ഥ, പലപ്പോഴും നമ്മൾ ഏത് ശാസ്ത്രജ്ഞന്മാരും കൈയൊഴിച്ച കേസിൽ പോലും അള്ളാഹു ഇടപെടാറുണ്ട് ഇല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവും. ശാസ്ത്രം തന്നെന്താ, പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന വസ്തുതകളാണ്. അത് പലപ്പോഴും തെറ്റാം. പക്ഷെ അവിടെ അള്ളാഹ് ഇടപെടും. യാതൊരു നിലക്കും ഇനി ഇയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് ശാസ്ത്രം വിധി എഴുതിയ ആളുകളുടെ ഇടയിലും അള്ളാഹ് ഇടപെടാറുണ്ട്. അങ്ങനത്തെ ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ നമ്മൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയില്ല, പരമാവധി ചികിത്സക്ക് കൂടി നടക്കുക അല്ലേ. എന്തെല്ലാം ചികിത്സ ഉണ്ട് നോക്കും ഇല്ലേ. അസ്തഗ്ഫിറുല്ലാഹ് തരികയുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഒരു ചെറിയ രോഗം വന്നപ്പോൾ എല്ലാവരും ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കുക, മുട്ടുവേദന അതിനെന്ത് ചെയ്യണം, ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചു. ഗൂഗിൾ ഉസ്താദ് ചിലപ്പോൾ എന്ത് പറഞ്ഞു തരും, നിങ്ങൾ യോഗ ചെയ്താൽ മതി അല്ലേ. നേരം വെളുത്ത് 24 മണിക്കൂറും പിന്നെ എങ്ങനെ ആക്കുന്നുണ്ട്. ചില ആൾക്കാർ യാത്രയിലായാലും വണ്ടിയിലായാലും വെറുതെ വെക്കുമ്പോഴൊക്കെ അങ്ങനെ ആക്കും. ഇപ്പൊ മൂപ്പരിപ്പന്ത് ജീവിക്കാൻ വേണ്ടിയുള്ള കളിയില്ല. എന്നാ അള്ളാഹ് ഇടപെടും എന്ന് പറഞ്ഞിട്ടോ അസ്തഗ്ഫിറുല്ലാഹ് ചുണ്ടനങ്ങിയോ? ഇല്ല. വല്ലാത്തൊരു മനുഷ്യന്മാരല്ലേ. നോക്കാം. അപ്പം എന്താ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് അള്ളാഹിനോട്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, പിന്നെയും പ്രാർത്ഥിക്കണം. എന്താ പറയേണ്ടത്? റസൂലുള്ള പഠിപ്പിച്ചു, ഇന്നക തഅലമു ദുനൂബന, അള്ളാഹുവേ ഇന്നക തഅലം, നീ അറിയുന്നുണ്ട്, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം വരെ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അള്ളാഹുവേ നീ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഫഗ്ഫിർഹ, നീ അത് പുറത്തു തരണം. അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഉണ്ടാ, അത് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പറയണം. അള്ളാഹുവേ നീ അറിയുന്നു ഞാൻ ചെയ്ത എല്ലാ തെറ്റും. ഈ വെള്ളിയാഴ്ച ജുമാൻ ഈ സമയത്ത് ഇവിടെ എത്തുന്നത് വരെ എന്തെല്ലാം തെറ്റ് നമ്മൾ ചെയ്തു അതൊക്കെ അറിഞ്ഞ ആളാര്? ആ അള്ളാഹിനോടാ പറഞ്ഞത്, ഇന്നക തഅലമു, നീ അറിയുന്നു, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ, ഫഗ്ഫിർഹ പടച്ചോനെ പുറത്തുകൊണ്ട, തഅലമു ഉയൂബന ഞങ്ങളുടെ ന്യൂനതകൾ, എന്റെ ജീവിതത്തിലുണ്ടായ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് അതും നീ അറിയുന്നു, ഫസ്തുർഹ പടച്ചോനത് പരലോകത്ത് വെളിവാക്കല്ലേ. എന്തെല്ലാം തിന്മകൾ ഇങ്ങനെ ഉണ്ടാവും. നമ്മളെ ബാപ്പിയും ഭാര്യയും നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ പരലോകത്തുണ്ടാവും. അവിടെ അള്ളാഹു നമ്മളുടെ ന്യൂനതകൾ, നമ്മൾ ചെയ്ത എല്ലാ ന്യൂനതകളും, നമ്മൾ വലിയ മാന്യന്മാരാ അല്ലേ. ഈ മാന്യത എല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ് മഹ്ശറ. അതപ്പ ചോദിച്ചത്, പടച്ചോനെ ഇന്നക തഅലമു ഉയൂബന, എന്റെ എല്ലാ ന്യൂനതകളും അള്ളാഹുവെ നീ അറിയുന്നു, ഫസ്തുർഹ പരലോകത്തത് മറച്ചു വെക്കണേ പടച്ചോനെ. എല്ലാവരുടെയും മുമ്പിൽ നീ വിശദീകരിക്കല്ലേ പടച്ചോനെ, കാണിക്കല്ലേ, അത് മറച്ചു വെക്കണം. ഉണ്ടോ? ഇന്ന് വരെ നമ്മൾ ധാരണണോ? നാളെ പരലോകത്ത് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും എന്റെ ബന്ധുക്കളും കുടുംബങ്ങളും എന്റെ മകളുടെ ഭർത്താവും അങ്ങനെ തുടങ്ങുന്ന ഓരൊക്കെ മുമ്പിലാണല്ലോ നമുക്ക് വലിയ പ്രയാസം ഉണ്ടായത്. അവരെല്ലാം അറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ തെറ്റുകൾ അള്ളാഹു പൊളിച്ചെയ്തെന്ന് രംഗാലോചിക്കുക. ആ സമയത്ത് പടച്ചോനെ അത് മറച്ചു വെക്കണേ ദ്വാരക്കാൻ നിങ്ങൾ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. പടച്ചോനെ അത് മറച്ചു വെക്കണം. തഅലം ഹാജത്തന, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവെ നിനക്കറിയാം. എനിക്ക് വീടില്ലാത്തതറിയാം, എന്റെ മക്കളെ കെട്ടിച്ചില്ല എന്നറിയാം, എന്റെ മക്കൾ പഠിച്ചില്ല എന്ന് എനിക്കറിയാം, എന്റെ മക്കൾ യോഗ്യത ഉള്ളവരല്ല എന്ന് എനിക്കറിയാം. എന്റെ എല്ലാ ആവശ്യങ്ങളും, എന്റെ മനസ്സിന്റെ മുഴുവൻ ആവശ്യങ്ങളും പഠിച്ചോനെ നിനക്കറിയാം. അതുകൊണ്ട് ഫഖ്ലിഹ, എന്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റണം. അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമേ നിറവേറ്റാൻ കഴിയൂ, ദുനിയാവിൽ ആർക്കും ചെയ്തു തരാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ പഠിച്ചോനെ നിനക്കറിയാം, അത് നീ നിറവേറ്റണം കേട്ടോ. തഅലമു അംറാദന, അള്ളാഹു എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലും ഒക്കെയുള്ള എല്ലാ രോഗങ്ങളും നിനക്കറിയാം, അതെന്ത് ചെയ്യണം? ഫശ്ഫിഹ, ശിഫ തരണം കേട്ടോ. ഇതെല്ലാം കൂടിയതാ അസ്തഗ്ഫിറുല്ലാഹിന്റെ മായന കേട്ടോ. എന്റെ ശരീരത്തിലുള്ള രോഗം പടച്ചോനെ നിനക്കറിയാം, അത് നീ ഫശ്ഫിഹ
തൈലമു അമ്രാലന, ഞങ്ങളുടെ മറന്ന് നിനക്കറിയാം, എന്ത് ചെയ്യണം? ഫസ്റ്റിയ, അത് ശിഫ നൽകണം കേട്ടോ. അങ്ങനെ ദുആ ചെയ്യുകയും അതാണ് ഇസ്തിഗ്ഫാർ. അങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? മാനസിക സംഘർഷം അള്ളാഹു നീക്കിക്കളയും, ആരോഗ്യം അള്ളാഹു തരും, പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു അല്ലേ. മനക്ലേശം ഇല്ലാതെയാക്കും. പിന്നെ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ പറയുന്ന ആ വീട്ടിൽ അള്ളാഹു പട്ടിണി ഉണ്ടാക്കൂല, അത് അള്ളാഹു നീക്കം ചെയ്യും കേട്ടോ. ഇതൊക്കെ അള്ളാഹു അസ്തഗ്ഫിറുല്ലാ എന്നൊരൊറ്റ കലിമത്ത് കൊണ്ട് രക്ഷപ്പെടുത്താം നമുക്ക്. അപ്പൊ മനപ്രയാസങ്ങളും ദുരിതങ്ങളും ദൂരീകരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, അള്ളാഹു വെറുക്കുന്ന തിന്മകൾ ചെയ്ത വ്യക്തികൾ, ഔ ലലമു അംഫുസവും, അല്ലെങ്കിൽ സ്വന്തത്തോട് അനീതി ചെയ്തവർ, അക്രമം ചെയ്തവർ. സ്വന്തത്തോട് അക്രമം എന്ന് പറഞ്ഞാൽ ശരീരത്തോട് സ്വന്തം അക്രമം, ശിർക്ക് ചെയ്തവർ, അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്തവർ, ഇതൊക്കെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യാം അല്ലേ. ശിർക്ക് ഒരു ലാഭവുമില്ല. അള്ളാഹിനോട് അസ്തഗ്ഫിറുല്ലാ പറയുന്നതിന് പകരം ജാറങ്ങളിൽ പോയിട്ട്, മഖബറുകളിൽ പോയി അവിടെ ജാറം മൂടാൻ നേർച്ചാക്കുന്നവർ, ആലോചിച്ച് നോക്കുകൾ. മൻ നദറ ബി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി കേട്ടോ. നമ്മളാരെയും മുശ്രിക്ക് എന്ന് വിളിക്കുകയല്ല, റസൂലുള്ള പറയാണ്. പിന്നെ ഒമൻ ദബഹ ദബീഹത്തൻ, അള്ളാഹു അല്ലാത്തവർക്ക് ബലി നിർവഹിച്ചാലോ സാറ മുർത്തദ്ദൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തും പോയി. ഇനി അള്ളാഹുവിന്റെ കാര്യം അവനക്ക് ഉണ്ടാവില്ല, അവൻ പോയി. പക്ഷെ ഇതൊക്കെ അറിയിച്ചു കൊടുക്കണം നമ്മൾ ആളുകൾക്ക്. ഇതൊക്കെ അറിയിക്കുമ്പോൾ ആളുകൾ നമ്മളെ നേരെ തിരിയും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം ആളുടെ പ്രയാസം അനുഭവിക്കേണ്ട, നമുക്ക് പറയണമെന്നാ പോരെ. ഓലെന്തേ കാട്ടിക്കോട്ടെ, ഓലും കബറേറ്റ് ആയിക്കോട്ടെ, നമ്മൾ നന്നായി നടക്കാം. നമ്മളത് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ഔലിയാഉ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, വിശ്വാസികളും വിശ്വാസികളും പരസ്പരം ബന്ധുക്കളാണ്. എന്താ കാരണം? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ ജനങ്ങളോട് പറയും, തിന്മ വിരോധിക്കും. ആളുകളിൽ തിന്മ കാണുമ്പോഴേ, ഇപ്പൊ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പം മിണ്ടാൻ പറ്റാത്തവർ തെറ്റ് ചെയ്യും അല്ലേ. തെറ്റ് ചെയ്യുന്ന കണ്ടാൽ തന്നെ മിണ്ടിയാ എന്താവും? കേസാവും. പകന അല്ലേ. നിങ്ങളെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി നിന്ന് നിങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് കിസ്സും ചെയ്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇടപെട്ട് നോക്കി, കേസ് നിങ്ങളെ വേദനല്ല വരിക അല്ലേ. നമ്മളാ വയ്യാവേലി വേണ്ടെന്ന് വെക്കും. കാരണം അത്രമാത്രം ലോകം മതപ്പതിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഖുർആൻ പറയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ലലമു അൻഫുസഹും, അള്ളാഹു പറയുന്നു അവരുടെ ജീവിതത്തിൽ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ വന്നുപോയി, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം കുറിച്ചു, ദക്കറുല്ലാ, അത് ചെയ്ത ഉടനെ തന്നെ അവന് പെട്ടെന്ന് അള്ളാഹനെ ഓർമ്മയായി. അള്ളാഹു ഇത് ഞാൻ നിന്റെ മുമ്പിൽ വിശദീകരിക്കപ്പെടുമല്ലോ, ഞാൻ ഈ തെറ്റ്, ഞാൻ ഈ കളവ്, ഈ വഞ്ചന, ഈ പൂറ്റിവെപ്പ്, ഈ തെമ്മാടിത്തം, അള്ളാഹുവെ ഓർമ്മ വന്നു. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അപ്പം തന്നെ ഇസ്തിഗ്ഫാർ നടത്തി. അവരുടെ വന്നുപോയ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തി. എന്നല്ല പറയാ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരുണ്ട് നിങ്ങളുടെ പാപം പുറത്തു തരാൻ? ആരുമില്ല. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപം നടത്തുകയും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് ചെയ്യുന്നവരുടെ ഇസ്തിഗ്ഫാർ അത് നടക്കൂല കേട്ടോ. അങ്ങനെ വിശുദ്ധ ഖുർആൻ നിരന്തരമായി പറയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു ഒരു പരിഗണന പോലും പരലോകത്ത് കൊടുക്കാതെ വിട്ടുകളയും. അതെപ്പോഴാ? ഇപ്പൊ ഇന്ത്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു 10-16 വയസ്സിന് ശേഷം ഇപ്പൊ ഈ പ്രായം വരെ എത്തുന്നതിലടക്ക് ഏതെല്ലാം തരത്തിലുള്ള തിന്മകൾ ഉണ്ടാവും അല്ലേ. സാമ്പത്തിക രംഗത്തുണ്ടാവും, സാംസ്കാരിക രംഗത്തുണ്ടാവും, സ്വഭാവ രംഗത്തുണ്ടാവും അല്ലേ. ഒരുപാട് വികൃതങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. കൽബ് മുഴുവനും അങ്ങനെ ബുദ്ധിമുട്ടിക്കെടുക്കുകയാണ്. ഒരു കുർസിയ ഹദീസ് റസൂലുള്ള പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നക്കമാ ദഅൗതനി വറജൗതനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും കാലം, നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കും കാലം, ഇല്ലാ ഗഫർതു ലക്ക്, ഞാൻ നിങ്ങൾക്ക് പുറത്തിരാണ്ടിക്കൂല. പുറത്തിരാണ്ടക്കൂല. നിങ്ങൾ അള്ളാഹിനെ പ്രതീക്ഷിക്കുന്നുണ്ടോ, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ടോ, ആ കാലം അത്രയും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരും. അങ്ങനെ ഇനി എന്താ വേണ്ടിയിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ നമുക്ക് എന്തേ വേണ്ടു, ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ പോരെ, പഠിച്ചവനെ പുറത്തു കൊണ്ടാകും. എന്നിട്ടോ റസൂലുള്ള പറയാ,
അങ്ങനെ വന്നാൽ ഇല്ല ഗഫർതുലക അലാമാക്കാന മിൻക ലാ ഉബാലി, ഒന്നും അള്ളാഹു പരിഗണിക്കൂല. നിന്റെ തെറ്റുകൾ ഒന്നും അല്ല പരിഗണിക്കൂല, വിട്ടുകളയും, അല്ല വിട്ടുകളയും. യബ്ന ആദമിന്റെ പുത്ര, ലൗ ബലഗത് ദുനൂബക അനാനസമായി, ആകാശം മുട്ടെ നിന്റെ തിന്മകൾ, നിന്റെ കുറ്റങ്ങൾ, നിന്റെ പോരായ്മകൾ, നിന്റെ വൈകല്യങ്ങൾ, നിന്റെ തോന്നിവാസങ്ങൾ ആകാശം മുട്ട നിറഞ്ഞു നിന്നു. അങ്ങനെയാണ് നീ മരിച്ചു പിരിഞ്ഞ് എന്റെ എത്തുന്നത്. എന്നാലും സുമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരും. ഉണ്ടോ? ആകാശം മുട്ട തിന്മകൾ ചെയ്താലും അല്ല പുറത്തു തരുന്നു. നീ എന്താ വേണ്ടത്? എന്നിട്ടും അസ്തഗ്ഫിറുള്ള മനസ്സറിഞ്ഞ് പറയാൻ നമ്മളെ കൂടെ കഴിയില്ല. കാരണം നമ്മൾ അള്ളാന്റെ ദാസനായില്ല. അതാ കാരണം. നമ്മൾ പൈസക്ക് അടിമപ്പെട്ടവരാ, മുക്കാലിന് അടിമപ്പെട്ടവരാ, അല്ലേ? അള്ളാഹ്ക്ക് അടിമപ്പെടണം. അപ്പോഴേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? നമ്മളുടെ പാപങ്ങൾ അല്ല പുറത്തു തരണ്ടെന്നാ കുടുങ്ങിപ്പോകില്ല. അതല്ല അല്ല ചോദിച്ചു, ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, ആരുണ്ട് അല്ലല്ലാതെ വേറൊരാൾ പാപം പുറത്തു തരാൻ? ആരുമില്ല. കേട്ടോ, ഞാൻ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒരുപാട് ആളുകൾ പാവം പൊറുക്കാനുണ്ടെന്നാണ്. അത് വേറൊരു വശമാണ്. അപ്പം ആകാശം മുട്ടെ തിന്മകൾ വന്നുപോയ ഒരാള് സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് അവൻ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തു, ഓഫർത്തുക, ഞാൻ പുറത്തു തരും. അലാമാക്കാന മിൻക വലാ ഉബാലി, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു തിന്മയും അള്ളാഹു പരിഗണിക്കൂല, പരലോകത്ത് ഒഴിവായിക്കളി. അങ്ങനെയുണ്ട്. ഇനി നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, എന്തെയും മടിക്കണോ? ഒരാവശ്യമില്ല. 24 മണിക്കൂറും അത് പറഞ്ഞു പോകും അറിയാതെ. കാരണം അതിന്റെ അനുഗ്രഹം അറിയുമ്പോൾ, അല്ലേ? അറിയാതെങ്കിലും പറഞ്ഞു പോലെ. നിങ്ങൾ നല്ല മനുഷ്യന്മാരിടക്കിടക്ക് പറയും അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അള്ളാഹു ആ നിലക്ക് വളരെ മനോഹരമായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും ഇസ്തിഗ്ഫാർ കൊണ്ട് രക്ഷപ്പെടണം. യുദ്ധരംഗത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, സൂറത്ത് അൻഫാലിലെ 146 നമ്പർ ആയത്തിൽ അള്ളാഹു പറയാണ്, ഒമാ ഖാൻ അല്ലാഹു ലിയുഅദിബഹും, ലോകം മുച്ചൂടും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ലോകത്തുള്ള എല്ലാവരെയും ഒന്നടങ്കം ചില സമയത്ത് അള്ളാഹു നശിപ്പിക്കാറുണ്ട്, അല്ലേ? ഒന്നായിട്ട്. ഒമാ ഖാൻ അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തുള്ള എല്ലാവരെയും അള്ളാഹു ഒന്നിച്ച് നശിപ്പിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം അള്ളാഹു ലോകത്തെ മുഴുവനും ഒന്നിച്ച് നശിപ്പിക്കൂല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ ലോകത്തെ മുഴുവനും ഒന്നടങ്കം നശിപ്പിക്കൂല അള്ളാഹു. മാ ഖാൻ അല്ലാഹു ലിയുഅദിബഹും, അള്ളാഹു ശിക്ഷിക്കൂല. വഅൻത ഫീഹിം, നീ അവരിൽ ജീവിച്ചിരിക്കേ. എന്നാലോ ഇപ്പം നമുക്ക് റസൂലില്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോഴോ ഒമാ ഖാൻ അല്ലാഹു മുഅദിബഹും, അള്ളാഹു ശിക്ഷിക്കൂല. വഹും യസ്തഗ്ഫിറൂൻ, ജനങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തും കാലം. ഉണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ഒരു ലോകത്തെ ഒന്നായിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ആളുകൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. പലരും പറയുന്നുണ്ട്. നമ്മളും കൂടി പറയാൻ ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ പല ശത്രുക്കളും നമ്മളുടെ നേരെ പല നിയമങ്ങൾ കൊണ്ടും നമ്മൾ ദ്രോഹിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടമാണപ്പം, അല്ലേ? വിശുദ്ധ ഖുർആനിൽ അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഖുർആൻ പറയാണ്, അങ്ങനെ ശത്രുക്കൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കുമ്പോൾ ഒമാക്കാന കൗലുഹും ഇല്ലാ അൻ ഖാലു റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് പുറത്തു തരണേ. എന്താ കാരണം? ഈ ശത്രുക്കളൊക്കെ നിങ്ങളുടെ നേരെ കൈവെക്കാൻ കാരണം എന്താ? നിങ്ങളടുത്ത് തിന്മ വർദ്ധിച്ചോണ്ടാ. മുസ്ലിങ്ങളുടെ നേരെ ശത്രുക്കൾ വാളാങ്ങാൻ കാരണം മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളുമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പാഞ്ഞു കയറാൻ കഴിയുന്നത്. നമ്മൾ പറയില്ലേ, ചാഞ്ഞ മരത്തിൽ പാഞ്ഞു കയറാൻ. അതാണ് സംഭവിക്കുന്നത്. നമ്മളല്ല. നിങ്ങൾ നോക്കേണ്ടി മുസ്ലിം യുവാക്കൾ പലരും ലഹരിക്ക് അടിമപ്പെട്ടവരാണ്, അല്ലേ? നോക്കേണ്ടികൾ പ്രത്യേക തരം കോലത്തിലാ, ജൂതന്മാരെ കോലത്തിലാ മുടി, അല്ലേ? സംസ്കാരം, വെഡിങ് ആനിവേഴ്സറി, ഫാദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, ഇതൊക്കെ ആയിട്ട് നടക്കുക. ആപത്ത് വരുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് നടക്കുമോ? നടക്കൂല. അതല്ല ഇവിടെ പറയുന്നത്. ജീവിതം അല്ലാഹ്ക്ക് സമർപ്പിക്കണം, എന്നിട്ട് വേണം കേട്ടോ. അപ്പം ശത്രുക്കൾ നിങ്ങളുടെ നേരെ വരുമ്പോഴും ഖുർആൻ പറയാണ്, വമാക്കാന കൗലഹും, അമ്പിയാക്കന്മാരും സാലിഹീങ്ങളായ ആളുകളും അവരുടെ നേരെ ശത്രുക്കൾ വാളോങ്ങിയപ്പോൾ
അവരുടെ വാക്കുകൾ ഇല്ലാ അൻ കാലു അവർ പറയുകയുമാണ് ചെയ്തത്. എന്താ പറഞ്ഞത്? റബ്ബന ഗുഫിർ ലനാ, ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് പുറത്തു തരണം, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ. കാരണം അവരാണ് കയ്യോഗുന്നത്. അപ്പോഴും നമ്മളെന്താ ചെയ്യല്? കുറ്റപ്പെടുത്തലാരെ? ഓരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അല്ലേ? ഞാൻ ചെയ്തോന്നും പറയില്ലേ, രാഷ്ട്രീയം പറയുമല്ല. ഇത് മുസ്ലിങ്ങളെ നേരെ അങ്ങനെ ആക്കി, മുസ്ലിങ്ങളുടെ നേരെ ഇങ്ങനത്തെ നിയമം കൊണ്ടുവന്നു, മറ്റേ നിയമം കൊണ്ടുവന്നു, ഇങ്ങനെ പറയില്ലേ? കാരണക്കാരെ നമ്മളാ. അതാ അല്ലാഹ് പറയുന്നത് സൂറത്ത് അൻഫാലില്, വമാക്കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലു റബ്ബന ഗുഫിർ ലനാ ദുനൂബന. ഉണ്ടോ? ഞങ്ങളുടെ പാപങ്ങൾ പടച്ചോനെ നീ പുറത്തു കൊണ്ടെന്ന അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാലേ, ഇസ്തിഗ്ഫാർ നടത്തിയാലേ അല്ലാഹ് ഇടപെടുള്ളൂ. ശത്രുക്കൾ നിങ്ങളുടെ നേരെ വാളോകുമ്പോൾ അള്ളാഹു നിങ്ങളുടെ നേരെ ഇടപെടണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ഉണ്ടാവണം. തീർന്നില്ല. ഓ ഇസ്രാഫനാഫി അംദിന, പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന ദുർവ്യയങ്ങൾക്ക് നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഒരു മുസ്ലിം ഇപ്പൊ ദുർവ്യയത്തെ പറ്റി, ഇസ്രാഫിനെ പറ്റി അള്ളാഹിനോട് പൊറുക്കലിനെ തേടാണ്. പൊറുക്കലിനെ തേടാൻ ആരെങ്കിലും ഒഴിവുണ്ടാവുമോ? എല്ലാവരുടെ കയ്യിലും, ഇത് പറയുന്നവരുടെ കയ്യിലും, മുസ്ലിഫ് വിൽക്കണവന്റെ കയ്യിലും, മുസ്ലിഫ് പേറ് നടക്കുന്നവന്റെ പിന്നിലും, പ്രബോധകന്റെ കയ്യിലും, പണ്ഡിതന്റെ കയ്യിലും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇസ്രാഫ് ഉണ്ടാവും. ഇല്ലേ? എവിടെ ഇല്ലാത്ത? ഒരു വീടുണ്ടാക്കിയ ഇസ്രാഫില്ലേ? ഒരു വാഹനം വാങ്ങിയ ഇസ്രാഫില്ലേ? ഒരു വസ്ത്രം വാങ്ങിയ ഇസ്രാഫില്ലേ? ഒരു ചെരുപ്പ് വാങ്ങിയല്ലേ? ഒരു കല്യാണം നടത്തിയല്ലേ? ഇല്ലേ? എവിടെ നിങ്ങൾക്ക് ഇല്ലാത്തത്? ദുനിയാവ് മുഴുവൻ ഇസ്രാഫാ. അങ്ങനെ നിങ്ങൾ ദുർവ്യയം ചെയ്തപ്പോൾ അതാണ് അള്ളാഹിന്റെ നമ്മൾ പറഞ്ഞത്, പഠിച്ചോനെ പുറത്തുകൊണ്ട പഠിച്ചോനെ ഓ ഇസ്രാഫനാഫി അംദിന, ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയങ്ങൾ പഠിച്ചോനെ പുറത്തുകൊണ്ട. എന്തിനാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ച വിഷയം എന്താ? ശത്രുക്കൾ മുസ്ലിങ്ങളുടെ നേരെ നിയമങ്ങൾ കൊണ്ട് വാളോങ്ങുമ്പോൾ നമ്മൾ ദ്വാരക്കുക എന്താ? പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയം നീ ഞങ്ങൾക്ക് പുറത്തു തരണം. അതിന് ഒരു കാരണവും ചികിത്സയാണ് കേട്ടോ. പിന്നെ വസബ്ബിത്ത് അഖ്ദാമന, പടച്ചവനെ ശത്രുക്കൾ ഞങ്ങളെ ദ്രോഹിക്കുമ്പോൾ ഉറച്ചു നിൽക്കാൻ നമ്മളുടെ പാദങ്ങൾക്ക് കരുത്ത് നൽകണേ റബ്ബേ. വൻസുർനാലൽ കൗമിൽ കാഫിരീൻ, ശത്രുക്കളുടെ നേരെ സഹായം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ശത്രുക്കൾ ഞങ്ങളെ ദ്രോഹിക്കുമ്പോൾ സഹായം നൽകണേ റബ്ബേ. അതെന്തൊക്കെ ഒഴിവാക്കണം? ഇസ്രാഫ് പാടില്ല, അല്ലേ? പാപങ്ങൾ ഒഴിവാക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം, എന്നിട്ട് പറയണം. അല്ലാണ്ട് ഞാൻ എത്രയോ അള്ളാഹിനോട് പറഞ്ഞു എന്നിട്ട് അള്ളാഹ് എടുക്കുന്നില്ല അറിയാൻ പറ്റില്ല. അള്ളാഹ് എടുക്കൂല. എടുക്കണേ ഞാൻ യോഗ്യനാവണം. അത് ചോദിക്കണേ ഞാൻ, വേണ്ടേ? ഞമ്മക്കറിയാം നമുക്കൊരു യോഗ്യത ഇല്ല. ഇനിയിപ്പം ഇന്ന് തന്നെ നമ്മൾ മരിച്ചിട്ട് നമ്മൾ സ്വർഗം കിട്ടിയ നമ്മൾ തന്നെ പറയും അള്ളാഹ്ക്ക് ഒരു വിവരവും ഇല്ലാന്ന് തോന്നുന്നു, എന്നെപ്പറ്റി ഒന്നും അറിയായിട്ടാന്ന് തോന്നുന്നു എനിക്ക് സ്വർഗം തന്നത് പറയില്ലേ? എന്നാ പടച്ചോൻ എനിക്ക് എന്തായാലും സ്വർഗം തരും, കാരണം അത്രമാത്രം എന്റെ ജീവിതം പവിത്രമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുണ്ടാവും? ആണാവട്ടെ പെണ്ണാവട്ടെ. നിങ്ങൾ അജ്ജിനോയോ ഉമ്രക്കോയല്ല എന്റെ ചോദ്യം. എത്ര തെറ്റിയതാലും പരിഗണിക്കൂല എന്നാ പറഞ്ഞു, അല്ലേ? ഇസ്തിഗ്ഫാറിന്റെ ആയാൽ അള്ളാഹ് പരിഗണിക്കൂല. നേരെ മറിച്ച് നിങ്ങളിപ്പോ ഹജ്ജിന് പോയി നിൽക്കുക. ഹജ്ജിന് പോയാൽ ഒരു പൈസ അതിൽ ഹറാമുണ്ട് നിൽക്കുക. ഒരു പൈസ, വേറെ അധികമൊന്നുമല്ല. ഒരു പൈസ ആരോ ഇഷ്ടമില്ലാത്തൊരു മുതൽ നിങ്ങൾ ഉപയോഗിച്ച് നിൽക്കുക. ഹജ്ജിന് പാടിച്ചോ അല്ല ഉംറക്ക് പോയപ്പോൾ ഒരു പൈസ, വേറെ അധികമൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇഹ്റാം കെട്ടും, അല്ലേ? ആ പൈസ കൊണ്ട് പോയിട്ട് ഇഹ്റാം കെട്ടിയിരുന്ന് ചെയ്യും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ഇവൻ ഇത് പറയുമ്പോൾ അള്ളാന്റെ മലക്ക അവിടുന്ന് വിളിച്ചു പറയും, ലാ ലബ്ബൈക്ക് വലാ സഅദൈക്ക്, നിന്റെ വിളിക്ക് ഉത്തരമില്ല, നിന്റെ വിളി അള്ളാഹ് കേൾക്കൂല. എന്താ കാരണം? ഇതിൽ ഹറാമുണ്ട്. ഉണ്ടോ? എന്നാലോ ഹജ്ജുക ഗൈറു മഖ്ബൂൽ, നിന്റെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കൂല. എന്താ പ്രശ്നം? ഒരു ചെറിയ പൈസ നമ്മൾ ഓർത്തിട്ടും ഉണ്ടാവില്ല, അല്ലേ? ഇപ്പൊ ഇന്ത്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുപോയ പൈസകളുടെ ഹറാം ഇപ്പൊ നമ്മൾ അറിയും കൂടില്ല. ഹറാമായ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് തരുന്ന കാര്യമില്ല. ഈ ഹറാമായ പൈസ നമ്മളെ കയ്യിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ദുർവ്യയം വന്നത്. അതിന് മുമ്പ് നമുക്ക് ഇത്ര ദുർവ്യയമില്ല. ഉണ്ടോ? ചീട്ട് കളിച്ച് പൈസ ഇട്ടിയായിരിക്കും അപ്പം ആളുകൾക്ക്. 10 അകത്ത് 10 പുറത്ത് കണ്ടല്ലേ കളി. അതിനെപ്പറ്റി വലിയ അറിവില്ല, കേട്ടിട്ടുണ്ട്. ചീട്ട് കളിച്ച് പൈസ ഇട്ടാൽ എന്താ? നയിപ്പില്ലല്ലോ, അല്ലേ? ആ നയിപ്പില്ലാത്ത പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ കണ്ടമാനം വന്നു. അതോടുകൂടി മുസ്ലിങ്ങൾ എന്തായി? അടിമേൽ മറിഞ്ഞു, അല്ലേ? മുമ്പൊക്കെ നമ്മളെ ജീവിത രീതി എങ്ങനെയായിരുന്നു? നമ്മളെ ഭക്ഷണം എങ്ങനെയായിരുന്നു? നമ്മളെ കിടപ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിങ്ങളെ കിടക്കണെങ്ങനെ? നിങ്ങളെ കിടക്കന്റെ പൈസ എത്ര ആലോചിച്ച് നോക്കി. ഇനി പദവാങ്ങൾ വെച്ച് സാധാരണ നിലക്കുള്ള കിടക്ക വാങ്ങി ഞങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളെ സമ്മതിക്കൂല അയിമ കിടക്കാൻ, അല്ലേ? അപ്പോഴോ
എന്തുണ്ടാവും? ഇങ്ങനെ ദുർവ്യയം ചെയ്ത് നമ്മൾ അറിയും കൂടില്ല. അപ്പോഴാണ് ശത്രുക്കൾ നിങ്ങളുടെ നേരെ കൈവങ്ങുന്നത്. വാള് വെക്കുമ്പോഴാണ് ഓല അങ്ങനാക്കി ഇവൽ ഇങ്ങനാക്കി എന്നിട്ട് പ്രാസംഗികന്മാർ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നത്. അതിന്റെ മുമ്പ് നടക്കേണ്ട കാര്യം അത്. മനസ്സിലായോ? നന്നാൻ കഴിയോ? ശത്രുക്കൾ കയ്യോങ്ങും. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? ഭക്ഷണ തളികയിലേക്ക് വിശന്ന് വലഞ്ഞ ചെന്നായ്ക്കൾ അടുക്കുന്നത് പോലെ ആയിരിക്കും ശത്രുക്കൾ മുസ്ലിങ്ങളുടെ നേരെ വരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് സഹാബ് ചോദിച്ചു, റസൂലെ, അന്ന് മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ? നെഹ്നു കില്ലത്തിൻ യൗമൈദീൻ, അന്ന് നമ്മൾ കുറവായതുകൊണ്ടാണോ? റസൂലുള്ള പറഞ്ഞു, ലാ അൻതും കസീറൂൻ, നിങ്ങൾ ധാരാളം ഉണ്ടാവും. മാപ്പിള എന്ന് പറയുന്ന ആൾക്കാർ, ആണും പെണ്ണും മാപ്പിളമാർ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഇന്നെന്താ പ്രശ്നം? അവരൊക്കെ എന്തായിരിക്കും? ഉസാഉൻ ക ഉസാഇ സൈൽ, ചവറ് പോലത്തെ മാപ്പിളാരായിരിക്കും. ആദർശമില്ലാത്ത, നിലപാടില്ലാത്ത, അള്ളാഹിനെ സ്നേഹിക്കാത്ത, സ്വന്തം സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം ഓടി നടക്കുന്ന, രാപ്പകൽ ഓടി നടക്കുന്ന മൃഗപ്രായരായ ആളുകൾ വർദ്ധിക്കും. അപ്പോഴാണ് ശത്രുക്കൾ എന്തുണ്ടാകുക? ഭക്ഷണ തളികയിലേക്ക് ചെന്നായകൾ കടന്നടക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ നേരെ അടുക്കുന്ന റസൂലുള്ള പറയുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലും നമ്മളെന്താ ചെയ്യുന്നത്? പടച്ചോനെ, സബ്ബിത്ത് അക്ദാമന വൻസുർനാലൽ കൗമിൽ കാഫിരീൻ, റബ്ബെ, ഞങ്ങളെ ദ്രോഹിക്കുന്ന മുസ്ലിങ്ങളുടെ നേരെ കയ്യോങ്ങുന്ന ആളുകൾക്കെതിരിൽ ഞങ്ങൾക്ക് ശക്തി പകരണമേ റബ്ബെ, സഹായിക്കണേ റബ്ബെ. അങ്ങനെ ചെയ്താലോ അല്ലാഹ് പറയാം, ഫഅതാഹും സവാബദ് ദുനിയ, അള്ളാഹു ഇതിന്റെ ഈ പ്രാർത്ഥനയുടെ പ്രതിഫലം ദുനിയാവിൽ തരും. ദുനിയാവിൽ തന്നെ തരും, പുറത്തൊന്നും പോണ്ട. ഓലെ കൊണ്ട് തിരിച്ചിക്കല്ല, തിരിച്ചില്ലേ? പലപ്പോഴും സങ്കടം വന്ന എല്ലാവരും കൂടി ഇടപെട്ടപ്പോൾ ദ്വാരുന്നപ്പോഴൊക്കെ ഉണ്ടായില്ലേ? ഇല്ലേ? അതാ പറഞ്ഞത്, ഫഅസാബഹും അല്ലാഹു അത്താഹും, അവർക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. സവാബദ് ദുനിയ, ദുനിയാവില്, ഹുസ്ന സവാബൽ ആഖിറ, ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്തും കൊടുക്കും. അങ്ങനെ ദ്വാരുന്നാൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു, ദുർജയം ഒഴിവാക്കി വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം തരും. അത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാം, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നിഷ്കളങ്കന്മാരെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ കൽബിൽ കളങ്കം വെച്ചിട്ട് വേറൊരു കാര്യമില്ല, നിഷ്കളങ്കന്മാരെ അല്ലാഹ് ഇഷ്ടപ്പെടുള്ളൂ. ഏതായിരുന്നാലും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നുപോയവരാണ് നമ്മൾ. മരിക്കും മുമ്പ് ഇനിയുള്ള ശേഷിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് ജീവിക്കുകയും എപ്പോഴും നാവിൽ ഇസ്തിഗ്ഫാറിന്റെ ശബ്ദം ഉയരുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മയെല്ലാം ഇഹത്തിലും പരത്തിലും കാത്തുരക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൽ, നബിയെ പറയുക, മൻ യുനജ്ജീകും മിൻ ദുലമാത്തിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും വെച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളെ, അതിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് നബിയെ ചോദിക്കുക. അല്ലാണ്ട് ആരാളുള്ളത്? കടലിലും കരയിലും ഒക്കെ ദുരിതങ്ങൾ വരും. മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹർ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നല്ല, അവിടെ ദുരിതങ്ങളാ, ഇരുട്ട്. നമ്മളെ മനസ്സെപ്പോഴും ഇരുട്ടായപ്പോഴാ നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴാ, അല്ലേ? മനുഷ്യന്റെ മനസ്സിലേക്ക് ടോർച്ചടിച്ചാൽ മനസ്സിന്റെ അകത്തുള്ള ദുരിതം പോകുമോ? ഇല്ല. അപ്പൊ എന്ത് വേണം? ദുരിതം നീക്കി തരണം. അത് അതിന് ആരുണ്ട്? അല്ലാണ്ട്. അതിനെന്താ മാർഗം? തദഊനഹു തളർറുഅൻ വഖുഫിയ, വളരെ രഹസ്യമായി അള്ളാഹിനോട് പറയാ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രയാസം, സങ്കടം. അതോടൊപ്പം തന്നെ വിനയത്തോടുകൂടി, അള്ളാഹിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി രഹസ്യമായി നിങ്ങളും അള്ളാഹുമായിട്ട് മാത്രമുള്ള ഒരു ബന്ധമായി ഇരുന്നുകൊണ്ട് ചെയ്താൽ നിങ്ങളെ ബാധിക്കുന്ന ദുരിതം അള്ളാഹു നീക്കിത്തരും. എന്നിട്ടോ നമ്മൾ ദ്വാരക്കും എന്താ ചെയ്യാറിയോ? പടച്ചോനെ, ലഇൻ അൻജൈതനാ മിൻ ഹാദി, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി, ഈ പ്രതിസന്ധിയും ദുരിതവും കഷ്ടപ്പാടില്ലാത്തൊരു കുട്ടി ഇപ്പൊ പള്ളിയിൽ കുത്തിക്കില്ല ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഒന്നിക്കാൻ, എനിക്ക് ഒന്നുമില്ല എന്ന്. ഒന്നുമില്ലെങ്കിൽ മാനസികമായിട്ട് ഫിക്കർ. ചിലവർ പറയില്ലേ, എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രയാസം, അത് പ്രയാസം അല്ലേ, പറയില്ലേ? അവിടെയാണ് നമ്മളെ വിഷയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് കേട്ടോ, ആരും കേൾക്കല്ല. ചിലത് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അസറിനും തൊട്ടടുത്തുള്ളവർക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ മറ്റവനക്ക് പാറിപ്പോണ വിധ. രഹസ്യമായിരിക്കണം, വിനയം വേണം, അള്ളാഹിനോട് കൽബ് അടുത്ത് നിൽക്കണം, നിങ്ങൾ വേറിട്ടിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്താലോ? എന്നിട്ട് നിങ്ങളോട് അള്ളാഹിനോട് നമ്മൾ എന്താ പറയാ?
ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. അല്ലാഹുവേ, ഈ ദുരിതത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചാൽ നിന്റെ നന്ദിയുള്ള ദാസനായി ഞാൻ മരണം വരെ ജീവിക്കും എന്ന് അള്ളാഹിനോട് വായദ ചെയ്യും. അല്ലേ? ഞാൻ ചെയ്തിട്ടില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ പറഞ്ഞില്ലേ? ഇല്ലേ? പറയാത്തവരാരെയുണ്ടോ? ഇല്ല. ഈ ഇപ്പം അനുഭവിക്കുന്ന പ്രയാസം പഠിച്ചവനെ നീക്കി തന്നാൽ മരണം വരെ ഞാൻ ഷാക്കിറായി ജീവിച്ചോളാം പറഞ്ഞില്ലേ? 2 ദിവസം ഉണ്ടാവും ഷാക്കിർ, 3-ാമത്തെ ദിവസം പിന്നെയും പണിയാ മറ്റേ തന്നെ. അല്ലേ? അത് ഖുർആൻ തന്നെ പറയാം. എന്ത്? കുൽ, അവരോട് പറഞ്ഞേക്കും, ഇത്തരം ആളുകളോട് പറഞ്ഞേക്കൂ, അല്ലാഹു യുനജ്ജീക്കും മിൻഹ, അല്ലാഹു കടലിലും കരയിലും ഉണ്ടാകുന്ന ദുരിതങ്ങൾ മാത്രമല്ല, ഒമിൻ കുല്ലി കർബ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷിക്കും. എന്നാലോ രക്ഷിച്ചു കഴിഞ്ഞാലോ സുമ്മ അൻതും തുശ്രികൂൻ, പിന്നെയും നിങ്ങൾ ശിർക്ക് ചെയ്യും. ഉണ്ടോ? പിന്നെ നിങ്ങൾ എന്താ പറയാ? ഞാൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടി. അള്ളാഹിനോടും പറഞ്ഞു, നേർച്ചക്കാരോടും പറഞ്ഞു, ഔലിയാക്കന്മാരോടും പറഞ്ഞു, മുനമ്പത്തെ ബീവി, മമ്പർ തങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന, ഞാൻ പേര് പറയുന്നില്ല, മമ്പറിന്റെ വിശുദ്ധി പോക്കുന്നില്ല, അത്തരം ആളുകളുടെ ഒരുപാട് പേരുകൾ ഉന്നയിച്ചിട്ട് അവരെല്ലാവരോടും കൂടി അങ്ങനെ പറയാ, അള്ളാഹു നേർച്ചക്കാരും കൂടി എന്നെ കഴിച്ചിലാക്കിയിരുന്നു, എന്നാലും അള്ളാഹ് എന്ന് പറയില്ല. അല്ലേ? അതല്ല പറഞ്ഞു, സുമ്മ അൻതും തുശ്രികൂൻ, പിന്നെയും നീ ശിർക്ക് ചെയ്യും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ പറഞ്ഞോളൂ. എത്ര ആളുണ്ട് ഇപ്പം ഇരിക്കുന്ന? ഞാനടക്കമുള്ളോല. ഈ രോഗത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹുവെ രക്ഷിച്ചാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എത്ര ദിവസം ഉണ്ടാവും? ആ പറഞ്ഞ ദിവസം കൊണ്ട് ഉണ്ടാവില്ല. ഉണ്ടാവോ? മാറിപ്പോവും. കാരണം എന്താ? മനുഷ്യൻ അത്രമാത്രം ശത്രുവാണ് പിശാച്. അല്ലെ? ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വു മുബീൻ, വ്യക്തമായ ശത്രുവാണ്. ഓൻ വിടൂല, നിങ്ങളെ സ്വർഗത്തിൽ പോകാൻ വിടൂല. ഓൻ പറഞ്ഞിട്ടുണ്ടെന്ന്, ഞാൻ എന്നാൽ കഴിയുന്ന ആൾക്കാരെ നരകത്തിലെത്തിക്കുന്ന പിശാചിന്റെ അള്ളാഹിനോടുള്ള വാഗ്ദത്ത, ഞാൻ അധ്വാനിക്കും നിന്റെ നല്ല ദാസന്മാരെ മുഴുവൻ നരകത്തെത്തിക്കാൻ. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട നമ്മളെ പണിയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മനപ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൂരീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു പ്രാർത്ഥന കബൂലാക്കുന്ന മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാനരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ എല്ലാം പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.